ഈ നാട്ടിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി നടക്കുന്ന ഭരണത്തിന്റെ മേന്മകളെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ വിചിത്രമായ കാര്യം കേൾക്കുകയാണ്. CP ജോൺ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്നാണല്ലോ, പണ്ടൊക്കെ അലോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പം മീഡിയയ്ക്ക് കൊടുത്തൊരു രജിസ്റ്റർ സർക്കുലർ എന്റെ കണ്ണുപൊള്ളിയുണ്ടായി. ഞങ്ങൾ ഇന്ന പരസ്യം തരും, ആ പരസ്യം പരസ്യമായിട്ട് കാണിക്കരുത്, ആ പരസ്യത്തിന്റെ തലേദിവസം നിങ്ങൾ ആ പരസ്യത്തിന്റെ തലേദിവസം വാർത്തയായിട്ട് കാണിക്കണം. സർക്കുലറിന്റെ കോപ്പി ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ 9 മാസക്കാലത്ത് പിണറായി അറേബ്യൻ നാട്ടുകളിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്ന് മേപ്പത്തിലെ പ്രയോഗം ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്ര മാധ്യമങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചാലും ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു കെണിയിൽ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ അതിനേക്കാൾ ഉയർത്തി നിൽക്കുന്നവരാണെന്നാണ് എന്റെ ധാരണ, നമ്മുടെ എല്ലാം ധാരണ. പക്ഷേ ഇവരുടെ രീതികളാണ് ഞാൻ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണർത്തുപാട്ട്, സിനിമകള് ഒക്കെ ആവാം. പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞ് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷന്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ഇപ്പം വരുമായിരിക്കില്ല, ഇപ്പോ എവിടെയെങ്കിലും പറയും 2 കൊടു 1 കൊടു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതുപോലെ ഉണ്ടായ കാലം ഉണ്ടായിട്ടില്ല.